نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم صدق الله العظيم അള്ളാഹുവിന്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികളെ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിച്ച് തഖ്വയോടുകൂടി ജീവിച്ച് അള്ളാഹുവിന്റെ പ്രീതി, അതായത് ശാശ്വതമായ സ്വർഗം, സ്വർഗത്തിലെ തന്നെ മഹോന്നതമായ പദവി, അത് നേടിയെടുക്കുന്നതിൽ സകല കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ മുഴുവൻ ആളുകളെയും അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജിന്റെ വേളയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹജ്ജ് എന്ന് പറയുന്നത് മനുഷ്യ കുലത്തിൽ മുഴുവനും വിപ്ലവകരമായ ഒരു രംഗം രൂപപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഹജ്ജ് മനുഷ്യകുലത്തിന് പ്രദാനം ചെയ്തിട്ടുള്ളത്. മറ്റ് ഇസ്ലാമിന്റെ സകല ചിഹ്നങ്ങളും അത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ളത് തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ഉയർത്തിപ്പിടിച്ച് അതിന്റെ അടിത്തറയിൽ ഒരു ലോകക്രമം രൂപപ്പെടുത്തുക എന്നതാണ് ഹജ്ജിന് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഹജ്ജ് കൊണ്ടും ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് വേൾഡ് മാപ്പ് പ്രകാരം ഭൂമിയുടെ ഏറ്റവും വലിയ കേന്ദ്രത്തിൽ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അവിടേക്ക് എത്തിച്ചുകൊണ്ട് അവിടെ തന്നെ കഅബ പണിയണം, കഅബ അവിടെ തന്നെ വേണം എന്ന് അല്ലാഹു വെച്ചത്. ഇന്ന് അതിനുള്ള പല സാഹചര്യങ്ങളും ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ മഹാദൗത്യത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് സത്യത്തിൽ ആരാണോ കഅബ പരിപാലിക്കുന്നത് അവരാണ്. പക്ഷേ അത്തരം ആളുകൾ ഉൾപ്പെടെ ഈ കഅബ പ്രതിനിധീകരിക്കുന്ന ലോകത്തുള്ള വലിയ ശതമാനം വിശ്വാസി സമൂഹവും മറ്റ് കഅബയെ പ്രതിനിധീകരിക്കുന്ന മറ്റ് മസ്ജിദുകളും ഒക്കെ അങ്ങനെ ഒരു അജണ്ട ഇല്ല എന്ന് മാത്രമല്ല, അത് പാടില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഇതിലാണ് ഇന്നുള്ളത്. ഇത്തരം സന്ദർഭത്തിൽ
ഹജ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ? നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള പള്ളികൾക്ക് ഹജ്ജുമായി അല്ലെങ്കിൽ കഅബയുമായി ഖിബലയുമായി എന്തൊക്കെ ബന്ധങ്ങളാണ് ഉള്ളത് എന്ന് പരിശോധിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നിട്ട് ആ അടിത്തറയിലേക്ക് അള്ളാഹുവിന്റെ ഭവനങ്ങളെ ഖിബലയിലേക്ക് തന്നെ പരിപൂർണമായി മുഖം തിരിപ്പിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക എന്ന് പറയുന്നത് വിശ്വാസി സമൂഹം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹാദൗത്യമാണ്. നമുക്കറിയാം, ഇസ്ലാമിന്റെ അനുഗ്രഹീതമായ ഒരു രൂപമാണ് ഓരോ പള്ളിയും കേന്ദ്രീകരിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് പ്രവാചകനിലൂടെ സംവിധാനിച്ചു തന്ന മഹല്ല് സംവിധാനം എന്ന് പറയുന്നത്. ഈ മഹല്ലുകളുടെ മുഴുവൻ ഖിബലയാണ് യഥാർത്ഥത്തിൽ മസ്ജിദുൽ ഹറം അല്ലെങ്കിൽ കഅബ എന്ന് പറയുന്നത്. ഈ മഹല്ല് സംവിധാനം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതൊരു വലിയ അതിമഹത്തായ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് യഥാർത്ഥത്തിൽ ഒരു കൊച്ചു രാജ്യമാണ്, സാമ്രാജ്യമാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആ മഹല്ലിന് പരിധിയിലുള്ള ജനങ്ങളെയും സംവിധാനങ്ങളെയും കുറിച്ച് റബ്ബ് സുബ്ഹാനഹു തആല ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇത് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നതാണ്. കുല്ലുക്കും റായിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഉത്തരവാദിത്തമുള്ള ആളുകളാണ്, ചോദ്യം ചെയ്യപ്പെടും. തങ്ങൾക്ക് കീഴിൽ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്, ആരൊക്കെ ഉണ്ടോ, അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കും. അതിന്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രഖ്യാപനം. ആ മഹല്ല് പ്രവാചകൻ രൂപപ്പെടുത്തിയ മദീനയിലെ മഹല്ല് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മക്ക കഅബ എന്ന് പറയുന്നത് ലോകത്തിന്റെ മുഴുവനും കടിഞ്ഞാൺ പിടിക്കേണ്ട ഒരു കേന്ദ്രമാണ്. അതുകൊണ്ട് ലോകത്ത് എവിടെയെങ്കിലും ഒരു ആട്ടിൻകുട്ടി പട്ടിണി കിടന്നാൽ പോലും മറുപടി പറയേണ്ടത് ഈ സംവിധാനവുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഒന്നാമത് മറുപടി പറയേണ്ടത് എന്ന് ഇസ്ലാം ലോകത്തെ അത് പഠിപ്പിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ മഹല്ലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ മഹല്ലിന് ചുറ്റും ധാരാളം വിശ്വാസികൾ ഉണ്ടാവും, മാത്രമല്ല അവിശ്വാസികളും ഉണ്ടാവും, ഇസ്ലാമിനോട് എതിർപ്പുള്ള എതിരാളികളും ഉണ്ടാവും. മാത്രമല്ല ആ രാജ്യത്ത് നിവസിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുടെ വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങളും ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ മഹല്ല് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കഅബ ഖിബലയാക്കപ്പെട്ട അതിനോട് അനുബന്ധിച്ചുള്ള മറ്റ് മസ്ജിദുകളും അതിന്റെ സംവിധാനങ്ങളും എന്ന് പറയുന്നത് ഈ സംവിധാനങ്ങളുടെ കേന്ദ്രമാണ്. ഇതാണ് ഇസ്ലാമിന്റെ സങ്കല്പമല്ല, യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം അത് വിസ്മരിക്കപ്പെട്ടു പോയതാണ്. അതുകൊണ്ട് അതിനെ തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പള്ളിയെ കുറിച്ച് നമുക്കറിയാൻ സാധിക്കും, അത് അള്ളാഹുവിന്റെ ഭവനമാണ്. അപ്പോൾ അള്ളാഹുവിന്റെ ഭവനം, അള്ളാഹു എന്ന് പറയുന്നത് ആരാണ് എന്ന് ചിന്തിക്കാൻ നമ്മെ സാധിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹു സംരക്ഷകനാണ്. മുസ്ലിങ്ങളുടെ മാത്രമാണോ? മനുഷ്യരുടേത് മാത്രമാണ്. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയൊക്കെ പോട്ടെ, സകല അതാണ് ആട്ടിൻകുട്ടി വിഷയമായി വരുന്നത്, ഖലീഫക്ക് വിഷയമായി വരുന്നത്. അവിടെയുള്ള സകല ചരാചരങ്ങളുടെയും രക്ഷിതാവാണ് അള്ളാഹു. അൽ ഖൽഖു ഹയാലുല്ലാഹ്, അള്ളാഹുവിന്റെ കുടുംബമാണ് സൃഷ്ടികൾ. അതിന്റെ മുഴുവൻ ഉത്തരവാദിത്തവും അതിന് നേതൃത്വം കൊടുക്കുന്ന, അള്ളാഹുവിനെ പ്രതിനിധീകരിക്കുന്ന, അള്ളാഹുവിന്റെ ഖലീഫയായി നിശ്ചയിച്ചിരിക്കുന്ന ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അള്ളാഹു ആരാണ്? സംരക്ഷകനാണ് എല്ലാത്തിന്റെയും. വിശ്വാസികളുടെ മാത്രമല്ല, പരിപാലകനാണ്. എല്ലാത്തിനെയും അവനാണ് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള ചെറിയ കണികകളുടെ പോലും ഉടമസ്ഥനാണ്. അള്ളാഹുവിൻ്റെതല്ലാത്ത ഒന്നും തന്നെ ഇല്ല. മനുഷ്യ ശരീരത്തിൽ ഒരു രോമവും പോലും അവൻ്റേത് മാത്രമാണ്. അതിന്റെ മുഴുവൻ രക്ഷിതാവും അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ ഭവനം ഈ അർത്ഥത്തിലുള്ള മുഴുവൻ സമൂഹത്തെയും അതിന്റെ ഉടമസ്ഥതയും യജമാനത്വവും പരിപാലനത്വവും അന്നദാതാവും സംരക്ഷകരും രാജാതിരാജനുമാണ്. ലക്കവൽ മുൽക്ക് ലാ ശരീക ലക്. ഇതിലൊന്നും ഒരു പങ്കും ഞാൻ ചേർക്കുകയില്ല. ഇത് മുഴുവനും അള്ളാഹുവിൻ്റെതാണ്. എങ്കിൽ ആ ബോധം അത് വളർത്തുന്ന കേന്ദ്രമായിരിക്കണം. അത് മുഴുവൻ ജനങ്ങൾക്കും അത് അങ്ങോട്ട് ചെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത് അത് നൽകുന്നതിന്റെ കേന്ദ്രമായിരിക്കണം പള്ളി എന്ന് പറയുന്നത്, മസ്ജിദ് എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ
ഇബാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിനുള്ള സുജൂദ് മുതൽ മനുഷ്യൻ വിസർജിക്കുന്ന വിസർജ്യം ഉൾപ്പെടെ പരിഹാരം കാണേണ്ട, അതിനുൾപ്പെടെ പരിഹാരം കാണേണ്ട ഒരു മഹാസംവിധാനമാണ്. അതിന്റെ കേന്ദ്രമാണ് കഅബ. അത് ആ കഅബയെ അതിന്റെ ചെറിയ ചെറിയ രൂപങ്ങളാണ് നമ്മളുടെ നാട്ടിലെ ഓരോരോ പള്ളികളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് സുജൂദ് ചെയ്യുന്ന, അതേപോലെ ജുമാക്കുള്ള സംവിധാനങ്ങളും സുജൂദ് ചെയ്യുവാനുള്ള സംവിധാനങ്ങളോടൊപ്പം തൊട്ട് ചേർത്തുകൊണ്ട് തന്നെ മലമൂത്ര വിസർജന സംവിധാനവും ഇസ്ലാം നിർബന്ധമാക്കിയിരിക്കുന്നു. മലമൂത്ര വിസർജനത്തിന് സംവിധാനങ്ങളില്ലാത്ത, അതിന് സൗകര്യം ചെയ്തു കൊടുക്കാത്ത ഒരു പള്ളിയും ഭൂമുഖത്ത് പാടില്ല എന്ന് അള്ളാഹു തന്നെ വെച്ചിരിക്കുന്നു. അങ്ങനെ ഒരു പള്ളി ഉണ്ടാവാൻ പാടില്ല. അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ. എന്നാൽ എന്ത് സംഭവിച്ചു? ഈ നമസ്കാരവും വിസർജനവും മാത്രം വെച്ചുകൊണ്ട് അതിൻ്റെ ഇടയിലുള്ള മുഴുവൻ കാര്യങ്ങളും തുരന്നെടുത്ത് അവിടെയൊക്കെ പകരം പലതും കൊണ്ടുവന്ന് വെച്ച് ഏതാനും കമ്മിറ്റികളും ആളുകളും കൊണ്ടു നടക്കുന്ന ഒരു സംവിധാനം മാത്രമായി ഹിദായത്തിന്റെ. അതുകൊണ്ടാണ് അധിക പള്ളികളും വളവളപ്പുണ്ടാവും, നല്ല ഉഷാറായിരിക്കും. പക്ഷെ അതിൽ നിന്ന് ഒരാൾക്കും ഹിദായത്ത് ലഭ്യമല്ല. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ വെറും അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം മാത്രമല്ല, മനുഷ്യ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലേക്കുമുള്ള വെളിച്ചമാണ് ഹിദായത്ത്, മാർഗദർശനമാണ് ഹിദായത്ത്. അതവിടെ ലഭ്യമാവുകയില്ല, അത് അവിടുന്ന് നൽകപ്പെടുകയില്ല. അതിൽ ഭക്ഷണവും പാർപ്പിടവും ഒക്കെ പെടും. എന്തൊക്കെ ഉണ്ടോ അതൊക്കെ പെടുന്നതാണ് ഹിദായത്ത്. അതെല്ലാം ചേർന്നതാണ് ഹിദായത്ത്. ദാരിദ്ര്യം എന്താണെന്ന് റസൂൽ പറഞ്ഞു. ആർക്കെങ്കിലും ദാരിദ്ര്യം കടുത്തു കഴിഞ്ഞാൽ അവൻ കാഫിറായി തീരും, കുഫറിലേക്ക് നയിക്കും. അതിന്റെ അർത്ഥം എന്താണ്? ദാരിദ്ര്യം തുടച്ചു നീക്കി കൊണ്ടുവരേണ്ട ഒന്നാണ് ഹിദായത്ത് എന്നാണ്. ആ ഹിദായത്ത് അത് നൽകുന്ന പള്ളികൾ ഇന്ന് എത്രയുണ്ട് എന്ന് പരിശോധിക്കേണ്ടതാണ്. സമുദായത്തിന്റെ ആരാധന കേന്ദ്രമാക്കി പള്ളികളെ മാറ്റിയവർ, ആ പള്ളി പരിപാലകരൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു നാള് വരാനുണ്ട്. അന്ന് അല്ലാഹു കടുത്ത വിചാരണക്ക് വിധേയപ്പെടുമ്പോ മനുഷ്യൻ സ്വന്തം കൈവിരലുകൾ കടിക്കേണ്ട അവസ്ഥ വരുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറിച്ച് മുഴുവൻ മനുഷ്യരുടെയും മുഴുവൻ പ്രശ്നങ്ങളും അടിവരേണ്ടതാണ്. പള്ളിയിൽ പറഞ്ഞാൽ പരിഹരിക്കാത്തൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. അതാണ് പ്രവാചകന്റെ പള്ളിയെ കുറിച്ചുള്ള സങ്കല്പം. അവിടെ ചെന്ന് പറഞ്ഞാൽ അവിടെ കിട്ടാത്തതായി ഒന്നും ഉണ്ടാവുകയില്ല, അവിടുന്ന് ദിശ നൽകാത്തതായി ഒന്നും ഉണ്ടാവുകയില്ല. അത്രയും കണക്റ്റഡാണ് ഇസ്ലാം. അതേപോലെ മറ്റ് സംവിധാനങ്ങളും അതിന്റെ കീഴിലായിരിക്കണം സകലതും എന്നാണ് ഇസ്ലാം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രയോഗം ഉണ്ടായിരുന്നു, ഇന്നത് പരിഹാസ്യമാംബിതമാണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നടക്കാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് പള്ളിയിൽ പോയി പറയേണ്ടത്. നേരെ മറിച്ച് എന്ത് കാര്യവും നടക്കണമെങ്കിൽ അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ നടക്കുമെന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഇസ്ലാമിനുണ്ടായിരുന്നു. അത് നിങ്ങൾ അവിടെ ഒന്ന് പറഞ്ഞാൽ മതി, അവിടേക്ക് ചെന്നാൽ മതി. ഇന്നും സക്കാത്തുള്ള പള്ളിയെ കുറിച്ച് അങ്ങനെ പറയുക തന്നെ ചെയ്യും ജനം. നിങ്ങൾ നോക്കൂ, ബാംഗ്ലൂരിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞാൽ അറിയുന്ന ആളുകളൊക്കെ പറയും കോൾസ്മാർക്കിൽ ഒരു പള്ളിയും സംവിധാനവും ഉണ്ട്, നിങ്ങൾ അവിടെ ഒന്ന് പോയി നോക്കൂ. ഇത് അല്പം സക്കാത്തിന്റെ വിഹിതം മാത്രം ശേഖരിച്ച് വിതരണം ചെയ്തപ്പോഴേക്കും സംഭവിക്കുന്നുണ്ട് എങ്കിൽ യഥാർത്ഥ പള്ളി ആ പരിസരത്ത് എങ്ങനെ ആയിരിക്കുമെന്ന് ഇതിൽ നിന്ന് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് രണ്ട് അറ്റം മാത്രം മതി. ഒന്ന് നിസ്കാരം തന്നെ അതിന്റെ ജഡരൂപേ ഉള്ളൂ. യഥാർത്ഥ രൂപം ഇന്ന് നമസ്കാരത്തിൻ്റെതില്ല. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചു, യഥാർത്ഥ നമസ്കാരം എന്ന് പറയുന്നത് എന്താണ്? ജീവിതത്തിന്റെ മുഴുവൻ ദിശയും അല്ലാഹുവിലേക്ക് തിരിക്കലാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ചേർത്ത് വെക്കലാണ്. രണ്ടും ഒരുമിച്ച് അബ്ദിയത്തും അതേപോലെ ഇസ്തിആദത്തും ചേർത്ത് വെക്കലാണ്. മാത്രമല്ല ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാത്തി ഉൾപ്പെടെ അങ്ങോട്ട് തിരിക്കലാണ് മനുഷ്യകുലത്തിന്റെ മുഴുവനും. ഇത് മുസ്ലിങ്ങൾക്ക് മാത്രം പറഞ്ഞ കാര്യമല്ല, അത് മൊത്തം കിബില, മനുഷ്യകുലത്തിന്റെ മുഴുവൻ കിബിലയും അതിലേക്ക് തിരിക്കുമ്പോഴാണ് ഒരു പള്ളി യഥാർത്ഥ പള്ളിയായി മനസ്സിലാക്കേണ്ടത്. അതാണ് ഇസ്ലാമിന്റെ പള്ളി, അള്ളാഹുവിന്റെ ദീനിന്റെ പള്ളി. ഇത് മാത്രമാണ്. അതിപ്പോ ഇവിടെ നടക്കുന്നില്ലെങ്കിൽ അത് നടത്തിയാലേ പള്ളിയാവും. അതുകൊണ്ട് ആ മൗദൂദ് സാഹിബ് തീർത്ത് തന്നെ പറഞ്ഞു, നിങ്ങൾ ഇത്തരം ദൗത്യങ്ങളിലേക്ക് പൂർണ്ണമായി കടന്നു വരുന്നില്ല എങ്കിൽ എവിടെയാണോ നിങ്ങൾ മുറിച്ചു പോയത് അത് നിങ്ങൾക്ക് നാശമായിരിക്കും, നഷ്ടമായിരിക്കും. എന്നത് ഏതോ പണ്ഡിതന്റെ വാക്യങ്ങളല്ല, ഇത് അള്ളാഹുവിന്റെ വചനമാണ്. അള്ളാഹുവാണ് അങ്ങനെ പ്രവേശിക്കണമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ
ലോകത്തിലെ ഇതിനുള്ള തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതുവരെ പറഞ്ഞതും ഇനി ഒരുപാട് പറയേണ്ടതുമായ കാര്യങ്ങളുടെ മുഴുവൻ തെളിവും ഒരൊറ്റ ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നു. അതാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓതാറുള്ള ആയത്ത്. ഇന്ന അവ്വല ബൈത്തിൻ ബുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. നിസ്സംശയം മനുഷ്യകുലത്തിന് വേണ്ടി, മനുഷ്യർക്ക് മുഴുവനുമായി കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആദ്യ ദേവാലയം, ആദ്യ ദൈവിക ഭവനം, ഇത് ദൈവിക ഭവനമാണ്. ആദ്യത്തെ ദൈവിക ഭവനം തന്നെ എങ്ങനെയാണ് ഞാൻ സൃഷ്ടിച്ചു തന്നിരിക്കുന്നത് നിങ്ങൾക്ക്? ഈ ഭൂമുഖത്ത് ആദ്യമായി തന്നെ പണിത ദേവാലയം എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. അത് മനുഷ്യർക്കായി നിർമ്മിക്കപ്പെട്ടതാണ്, മനുഷ്യകുലത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്, മക്കയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഏതെങ്കിലും പള്ളിയെ കുറിച്ചാണ് ഏതോ പള്ളി അങ്ങനെ നിർമ്മിക്കപ്പെട്ടു, അങ്ങനെയല്ല. ആദ്യ ഭവനം ഇത് തന്നെയാണ്, ഇത് മുഴുവനും അതിനു വേണ്ടിയിട്ടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. മനുഷ്യകുലത്തിൽ തന്നെയാണ്, അത് അനുഗ്രഹീതമാണ്. മാത്രമല്ല വീണ്ടും പറയാണ്, ലോകർക്കാകമാനം മാർഗദർശന കേന്ദ്രമാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഏതോ ചില ആളുകൾക്ക് മാത്രമല്ല, ലോകത്തിനാകമാനം മാതൃക അതാണ്. ആ പള്ളി മാതൃകയാക്കിക്കൊണ്ടാണ് ലോക മുസ്ലിങ്ങളെ, വിശ്വാസികളെ നിങ്ങൾ മുന്നോട്ട് പോവേണ്ടത്. അത് അങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നിസ്സംശയം, സംശയം പാടില്ല എന്ന് അല്ലാഹു തന്നെ പറഞ്ഞത്. സംശയം പാടില്ല കാര്യത്തിൽ. ലോകർക്കാകമാനം എല്ലാവർക്കുമുള്ള കേന്ദ്രമാണ്. ഇന്ന് മുസ്ലിം സമുദായത്തിന് പോലും പ്രവേശനമില്ലാത്ത വിധം തടയപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഏത് പള്ളിയെയാണ് നമ്മൾ പ്രതിനിധീകരിക്കുന്നത് പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയിൽ 114-ാമത്തെ ആയത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിയത്. വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹാ ഇസ്മുഹു വസആ ഫി അറാബിഹാ. അല്ലാഹുവിന്റെ ഭവനത്തിൽ വന്ന് അവന്റെ നാമം സ്മരിക്കുന്നതിനെ വിലക്കുക. സ്ത്രീകൾക്ക് മാത്രമല്ല, ഹൈന്ദവർക്കും അതേപോലെ ക്രൈസ്തവർക്കും ഒരു മതവും ഇല്ലാത്തവനും നിഷേധിക്കും ലിബറലിസ്റ്റിനും ഏതൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണെങ്കിലും അവർക്ക് കടന്നു വരാൻ അനുവാദവും അവർക്ക് വേണ്ടിയുള്ള സ്വീകരണ കവാടങ്ങളും ഒരുക്കാത്ത പള്ളികൾ. ഇപ്പൊ നോക്കും നിങ്ങൾ, നമ്മുടെ ഏതെങ്കിലും പള്ളികളിൽ 4 സ്ത്രീകൾ ഒന്നിച്ചിരുന്ന് ആ പള്ളിക്കകത്തിരുന്ന് ഖുർആൻ പാരായണം നടത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും അന്നത്തെ സ്ഥിതി? ആളുകൾ ഒരുമിച്ച് കൂടി സ്ത്രീ പള്ളി കയറി എന്നിരിക്കുന്നു എന്ന്. ഞാൻ ഏതെങ്കിലും പള്ളിയൊന്നല്ല, ഈ പള്ളി അതിന് അനുവദിക്കപ്പെട്ട അങ്ങനെ ഒരു പള്ളി ആയതുകൊണ്ട് പ്രശ്നമല്ല, ഇവിടെ എവിടെ ഇരുന്നാലും. എന്നാൽ തൊട്ടപ്പുറത്തെ പള്ളി 4 സ്ത്രീകളിൽ നിന്ന് ഇരുന്നതിനരങ്ങം നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ശിവാജി നഗർ മാത്രമല്ല, പല ആളുകളും ഇളകി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തടഞ്ഞിരിക്കുന്നു, പ്രവേശനമല്ല നിങ്ങൾക്ക്, അവിടെ പ്രവേശിക്കാൻ പാടില്ല. പ്രവേശിച്ചു കഴിഞ്ഞാൽ വലിയ വിഷയം. ഹൈന്ദവ ക്ഷേത്രങ്ങളെ പോലെ തന്നെ ഇളകി വരുന്ന അവസ്ഥ. ഇത് തടഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. തടയാൻ പാടില്ല. തടഞ്ഞവർ ആരോടാണ് ഉപമിച്ചിരിക്കുന്നത്? അള്ളാഹുവിന്റെ ഭവനത്തെ തൊട്ട്. ഹൈന്ദവരാണെങ്കിൽ പറയാൻ വേണ്ടത്. അതിക്രമത്തിന്റെ RSV ഫാസിസ്റ്റ് വന്ന് കീഴടക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഹൈന്ദവ സ്ത്രീകൾ വന്നിരുന്നിട്ട് അല്ലെങ്കിൽ ഫാമിലി സഹിതം വന്നിട്ട് ഇവിടുന്ന് ഖുർആൻ പാരായണം ഇവിടുന്നല്ലോ. ഇവിടെ അങ്ങനെ കണ്ടാൽ വല്ലാതെ ആശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന പള്ളിയാണ്. വേറെ പള്ളികൾ നിങ്ങൾ സങ്കല്പിക്കുക. പള്ളിയിൽ ഇരുന്ന് ഹൈന്ദവ സഹോദരങ്ങള് ഫാമിലി സഹിതം വന്നിട്ട് സ്ത്രീകളും കുട്ടികളും ഒക്കെ കൂടെ കൂടിയിട്ട് ഒരു ഖുർആൻ പാരായണം നടത്തി നോക്കിക്കഴിഞ്ഞാൽ പള്ളിയിലെ മുക്രിയോ മുഅദ്ദിനോ വരുമ്പോ കണ്ടു അവർ കുറച്ച് പള്ളി തുറന്നിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? കുറെ ആളുകൾ ഇതിൽ കൂടിയിരിക്കുന്നു. വലിയ പ്രശ്നം തന്നെയാണ്. നേരെ മറിച്ച് ഇതാ നിങ്ങൾ വരൂ, നിങ്ങൾ ഇരിക്കൂ, നിങ്ങൾക്കൊക്കെ ഇവിടെ സീറ്റ് ഉണ്ട്, സൗകര്യമുണ്ട്, വെള്ളിയാഴ്ചകളും നിങ്ങൾക്ക് വരാം എന്ന് പറയുന്നവർ പള്ളികൾ വല്ലതും ഉണ്ടോ? ഉണ്ടാവണം. ഇപ്പൊ പുതിയതായി കടന്നു വരുന്നുണ്ടാവാം. ലോകക്രമം ആ ക്രമത്തിൽ അള്ളാഹു മാറ്റി പണിതുകൊണ്ട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതൊന്നും മാറ്റങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല. എന്നാൽ ഇപ്പോഴും പല പള്ളികളും ഈ കാര്യത്തിൽ കൂരിരുട്ടിലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മാത്രമല്ല അവരെ ആരോടാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്? പള്ളികളെ തകർത്തവരോടാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ മസ്ജിദ് തടയുകയും അവനെ തകർക്കുകയും ചെയ്ത ആളുകൾ രണ്ടുപേരും ഒരു കൂട്ടരാണ്. തകർത്ത് കളഞ്ഞവരുടെ കൂട്ടത്തിലാണ് ആ തടഞ്ഞ ആളുകൾ ഉള്ളത്. അവനേക്കാളും വലിയ അക്രമി മറ്റാരാണ്? ഒരു തൗഹീദുല്ല അതിന്റെ മുകളിൽ എന്നാണ്. അവനാണ് ഏറ്റവും വലിയ അക്രമി. ഇന്ന ശിർക്കല ദുൽമുൻ അദീം എന്നാ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ അദ്ലമു എന്നാ പറഞ്ഞിരിക്കുന്നത്. അതിനേക്കാളും വലിയ അക്രമി മറ്റാരാണ്? തടയലും നശിപ്പിക്കലും ചേർത്ത് പറഞ്ഞിരിക്കുന്നുവെങ്കിൽ തുറക്കണമെന്നാണ് അതിന്റെ മറുവശം. തുറക്കണമെന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഇവിടെ ഞാൻ വീണ്ടും വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ നോമ്പിന് ഒരു ചെറിയ തുറക്കൽ തുറന്നപ്പോഴേക്കും ഒരുപാട് ആളുകൾ ആ ഫാമിലി സഹിതം വരുന്നത്, ആണും പെണ്ണും ഒക്കെ. ഇനി അതിന്റെ ബാക്കി പത്രം ഒരുക്കണം. നമുക്കതിന് ബാധ്യതയുണ്ട്. ഖുതുബയിലേക്ക് അവർക്ക് ഇടം കൊടുക്കണം.
അവർക്ക് കസേരയിട്ട് ഇരിക്കുവാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ വരണം. എന്നിട്ട് വിളിക്കുകയും ചെയ്യണം. അതിനൊന്നും ഇസ്ലാം സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. ഖുതുബ കേൾക്കുവാനോ പള്ളിയിൽ വരാനോ ഇവിടുത്തെ ദൈവിക ഗ്രന്ഥങ്ങൾ വായിക്കുവാനോ ഇവിടുത്തെ ക്ലാസുകൾ കേൾക്കുവാനോ ഇവിടെ നിന്ന് എന്തെങ്കിലും പരിപാടി ഉണ്ടായി ആഹാരം കഴിച്ച് പിരിയുന്നതിനോ എല്ലാ ആഴ്ചകളും തുടർച്ചയായി വരുന്നതിനോ ഒന്നും ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. അയാൾക്ക് സ്വതന്ത്രമായി. അതുകൊണ്ടാണ് അസ്ഹാബു സുഫ എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു വിഭാഗം തന്നെ പ്രവാചകന്റെ പള്ളിയിൽ ഉണ്ടാവാറുണ്ട്. അവരാണ് വെള്ളിയാഴ്ച ദിവസം, അവരുടെ ശനിയാഴ്ച ദിവസം അല്ലെങ്കിൽ അവരുടെ ആരാധനാ വേളയിൽ അവർ പള്ളിക്ക് പുറത്തേക്ക് പോകാൻ നോക്കുമ്പോഴാണ് പ്രവാചകൻ ഇല്ല, അങ്ങനെ പോവേണ്ടതില്ല, അത് നിങ്ങൾക്ക് കൂടിയുള്ള മിമ്പറാണ്, നിങ്ങളുടെ ആരാധന ഇവിടെയാണ് നിങ്ങൾ നടത്തേണ്ടത്, അതാണ് ഇസ്ലാം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ മിമ്പറിലൊന്നും കയറണ്ട. പള്ളിയിൽ കയറി മൂത്രമൊഴിച്ചാൽ പോലും പ്രശ്നം ഉണ്ടാകുന്ന പള്ളികളൊക്കെ ഉണ്ട്. മൂത്രമൊഴിക്കാൻ കയറിയാൽ പോലും അത് തിരിച്ചറിയില്ലെങ്കിൽ അങ്ങനെ വിടും. പൊട്ടും തൊട്ടൊരുത്താൻ ഇപ്പൊ മാറ്റം കേട്ടോ. പൊട്ടും തൊട്ടൊരുത്തിന് മുമ്പൊക്കെ കയറിയിരുന്നെങ്കിൽ അവന്റെ കഥ കഴിഞ്ഞത് തന്നെയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കൂ നിങ്ങൾ, നിസ്സംശയം ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർമ്മിക്കപ്പെട്ടത് ജനങ്ങൾക്ക് വേണ്ടിയാണ് എങ്കിൽ ഇന്ന് ആ ജനതയൊക്കെ ഇന്ന് എവിടെ? പള്ളികളിൽ നിന്ന് അവരെ തിരിച്ചു പിടിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി? ഇതിലൊന്നും ഒരു തീരുമാനമെടുക്കുവാൻ നമുക്കും നമ്മുടെ പള്ളികൾക്കും കമ്മിറ്റികൾക്കും സാധിച്ചിട്ടില്ലെങ്കിൽ മൊത്തം വിചാരണ വേളയിൽ പിടിക്കപ്പെടുമ്പോ തിരുത്താത്തവരൊക്കെ പെട്ടുപോകും. ഇതൊരു നിർബന്ധം. അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെടുക തന്നെ ചെയ്യും. തിരുത്തണം. പ്രായോഗികമായി എനിക്കെന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പറയാൻ സാധിക്കണം. ഇനി ഇതിന്റെ ഫോളോ അപ്പ് എന്ന നിലക്ക് ഇതിന് വിളിക്കാം, ഇതിന് വിളിച്ചിട്ട് വലിയ പരിപാടികൾ സംഘടിപ്പിക്കാം. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്ത് നിങ്ങൾക്കും കൂടി ഉള്ളതാണ്. ഹൈന്ദവ സമൂഹത്തൊക്കെ വിളിച്ച് പറഞ്ഞു കൊടുക്കണം. ഹൈന്ദവ സമൂഹത്തിന് പിന്നെ ഭാരതീയ സംസ്കാരത്തിന്റെ അടിയൊഴുക്കുകളിൽ പറയുന്നത് അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണല്ലോ ഈ പൂജാരികളും അതേപോലെ നമ്പൂതിരിമാരും ഒക്കെയുള്ള ആളുകൾ. അവരൊക്കെ ബ്രാഹ്മണർ ഉൾപ്പെടെ പ്രവാചകന്റെ അനുയായികളാണ്. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്നെയാണ് ആ ബ്രാഹ്മണ വിഭാഗത്തെ പൂനൂൽ ലോപിച്ചതാണെന്ന്. ഹജ്ജിന്റെ വേളയിൽ പ്രത്യേകമായി ധരിക്കാറുള്ള ആ വസ്ത്രം അത് ലോപിച്ച് അവസാനം ഒരു നൂലായി മാറിയതാണ് എന്നാണ് ഈ പുസ്തകത്തിൽ ടി മുഹമ്മദ് സാഹിബ് ഗവേഷണം നടത്തിക്കൊണ്ട് പറയുന്നത്. പത്രത്തോളം അവരെ തിരിച്ച് ഇതിലേക്ക് ഗർഭാപസിന്ന് യഥാർത്ഥത്തിൽ പറയേണ്ടത് യഥാർത്ഥ ഭവനത്തിലേക്ക് അള്ളാഹുവാണ്. അള്ളാഹുവിൽ നിന്നാണ് സകലതും. ഇതൊരു യാഥാർത്ഥ്യം നമുക്കറിയാലോ. അല്ലാതെ കുരങ്ങിൽ നിന്നല്ലല്ലോ. കുരങ്ങിൽ നിന്നാണത് യാഥാർത്ഥ്യമില്ല. അള്ളാഹുവിൽ നിന്നാണല്ലോ എല്ലാം. അവനാണല്ലോ. ഏത് ശക്തിയാണെങ്കിലും അവനെയാണല്ലോ ഇലാഹു എന്ന് പറയും. ആ സൃഷ്ടാവിലേക്ക് അവരെ വിളിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ ജനങ്ങളെ കൊണ്ടുവരാൻ. അതുകൊണ്ട് ആ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ലീഡർഷിപ്പ് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. നിങ്ങൾക്കും അവകാശപ്പെട്ടവരാണ്. നിങ്ങൾക്ക് എങ്ങനെ അവകാശപ്പെട്ടുണ്ടോ അതുപോലെ അവകാശം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഏതൊരു ലീഡർഷിപ്പും നമ്മൾ അംഗീകരിച്ചാൽ മാത്രമേ നമുക്കിത് ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് അബ്രഹാം പ്രവാചകനെ കുറിച്ച് നിങ്ങൾ കേൾക്കണം. അദ്ദേഹം ചെയ്ത ത്യാഗങ്ങളെ കുറിച്ച് നിങ്ങൾ അറിയണം, നിങ്ങൾ പഠിക്കണം. അങ്ങനെ കുറെ ആളുകളോട് പറയുമ്പോൾ ഒരാളെങ്കിലും ഇതിന്റെ ചരിത്രം ഒന്ന് പറയാൻ വേണ്ടി വിശുദ്ധ ഗ്രന്ഥം ആവശ്യപ്പെട്ടേക്കും, പരിഭാഷ ആവശ്യപ്പെട്ടേക്കും. അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള ഭവനമായി അങ്ങനെ നടപ്പാക്കുന്നുവെങ്കിൽ അവർക്ക് മാത്രമാണ് കഅബ കേന്ദ്രമായി മാറുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഫിഹി ആയാത്തും ബയ്യിനാത്തും മഖാമി ഇബ്രാഹിം, അതിൽ തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇബ്രാഹിമിന്റെ കാലടിപ്പാടുകളുണ്ട്. ഓരോരോ കാലടിപ്പാടുകളും അതിൽ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നു. അത് മുഴുവൻ മനുഷ്യകുലത്തിന് വേണ്ടി ആണ് ഞാൻ അത് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി തന്നെ പറയുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല ഇതിന്റെ പ്രതിനിധിയായിക്കൊണ്ടാണ് മനുഷ്യനെ അല്ലാഹു അയച്ചിരിക്കുന്നത്. ഇത് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണം. തീർച്ചയായും ഭൂമിയിൽ ഞാൻ എന്റെ പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നു. പ്രവാചകന്മാരായിരുന്നു ആ ബാധ്യത നിർവഹിച്ചിരുന്നത്. ഇനി നമ്മളെല്ലാവരും ആരാണോ ആ പ്രതിനിധി, അള്ളാഹുവിന്റെ പ്രതിനിധിയായി പണിയെടുക്കുന്നത്, അവർ മാത്രമാണ് ലക്ഷ്യം നേടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇന്ന് പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രവാചകന്മാർ വിലക്കിയ കാര്യങ്ങൾ വരെ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അതാണ് സാമുദായികവാദം എന്ന് പറയുന്നത്. അള്ളാഹു ഒരിക്കലും അനുവദിച്ചിട്ടില്ല സാമുദായികവാദം. സമുദായത്തിന് വേണ്ടി ഒരു സംഘാടനം, സമുദായത്തിന് വേണ്ടി ഒരു സംവിധാനം എന്നത് ഇസ്ലാം ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. നേരെ മറിച്ച് മാത്രമല്ല നമുക്കറിയാൻ സാധിക്കും, സാമ്പത്തികമായ അധികാര രാഷ്ട്രീയം ഉൾപ്പെടെ സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഇസ്ലാം അനുവദിച്ചതല്ല. കാരണം എന്താണ്? അത് ഒരിക്കലും ഇസ്ലാമിന്റെ ഘടകവിരുദ്ധമാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിർത്തുക
എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കേണ്ടതിന് പകരം സ്വന്തം സംഘത്തിന് വേണ്ടി പണിയെടുക്കുക. നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ? അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനെ വെറുതെ വിടുമോ? കുറ്റകരമല്ലേ? നമുക്ക് ആലോചിച്ചാൽ സാധിക്കുമല്ലോ. ഒരു സംഘത്തെ ജനങ്ങൾക്ക് വേണ്ടി, ഭരണകൂടങ്ങൾ അതാണ് ഭീകരവാദം എന്ന് പറയണത്, തീവ്രവാദം എന്ന് പറയണത്. അതുകൊണ്ടാ ഫാസിസമായത്. അവരവരുടെ കാര്യം നോക്കുന്നു. ഈ പൊതു ജനങ്ങൾക്ക് വേണ്ടി നിയമിക്കപ്പെട്ട സംവിധാനങ്ങളെ മുഴുവനും അവരവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നത് ഒരു ഭാഗത്ത് നമ്മൾ ഫാസിസം എന്ന് പറയുന്നു. എന്നാൽ ഈ സമുദായം പള്ളി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഫാസിസമാണെന്ന് പറയാനുള്ള തന്റെ ഇടം കാണിക്കലാണ് ദീൻ എന്ന് പറയുന്നത്. ഫാസിസമാണത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ടതല്ല, നിങ്ങളുടേതല്ല ഇതൊന്നും. വിശുദ്ധ ഖുർആൻ നിങ്ങളുടേതല്ല, നിങ്ങളുടേതാണെന്ന് നിങ്ങൾ വാദിക്കുമ്പോ നോക്കൂ, നിങ്ങൾ ഒരു പിതാവിന്റെ 8 മക്കളുണ്ടെങ്കിൽ ആ 8 പേർക്കും ഒരേ അവകാശം തന്നെയാണല്ലോ. അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ എല്ലാവർക്കും വേണ്ടിയുള്ളതാ ഖുർആൻ. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് പ്രവാചകൻ എന്ന് പറയുന്നത്. അതേപോലെ ഈ ദീൻ എന്ന് പറയുന്നത് അത് ആ അർത്ഥത്തിൽ മനസ്സിലാക്കി എത്തിച്ചു കൊടുക്കുന്നില്ല. ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മളിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടാൽ ഹക്കാണ് അവിടെ നിഷേധിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക സമൂഹം പ്രബോധന ദൗത്യം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് വരാതിരിക്കുന്ന ആളുകളെ വിശുദ്ധ ഖുർആൻ വമൻ അദ്ലമു മിമ്മൻ കതമ ഷഹാദത്തൻ ഇൻദഹു മിനല്ലാഹ്, തന്റെ പക്കൽ അനുഗ്രഹീതമായ ഒരു സാക്ഷ്യമുണ്ടായി അത് ജനങ്ങൾക്ക് നൽകിയില്ല എങ്കിൽ അവനെക്കാളും വലിയ അക്രമി, ഇതേ അദ്ലമെന്ന് പ്രയോഗിച്ചിരിക്കുന്നത്, അതിനേക്കാളും വലിയ അക്രമി മറ്റാരാണ് എന്ന് പറയാനുള്ള കാരണം. അതുകൊണ്ട് സാമുദായിക താല്പര്യങ്ങൾക്കോ പക്ഷപാതിത്വത്തിനോ വേണ്ടി ഉപയോഗിക്കുന്ന എന്ന് പറയുന്നത് അത് കടുത്ത ഫാസിസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അറിയാതെ വിചാരണ ചെയ്യുമ്പോൾ അറിഞ്ഞിട്ടും നമ്മൾ എന്താണ്? 2 തരം കേൾവിയുണ്ട്. ഒന്നെന്താണ്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു സമിഅനാ വ അതഅനാ, ഞങ്ങൾ കേട്ടു അനുസരിച്ചു. ഇതൊരു തരം കേൾവിയാണ്. ഞങ്ങൾ കേട്ടു അനുസരിച്ചു, ഇനി മുതൽ ഞാൻ അതാണ്. അനുസരിച്ചാൽ കഴിഞ്ഞു, കേട്ട മാത്രയിൽ തന്നെ അനുസരിക്കുന്ന. എന്നാൽ അതേ അവസ്ഥയിൽ തന്നെ അതേ വാക്ക് പ്രയോഗിച്ചുകൊണ്ട് ഖുർആൻ ഒരു വാക്കും പറയുന്നു, സമഅനാ വ അസൈനാ, ഞങ്ങൾ കേട്ടു തള്ളിക്കളഞ്ഞു. ഞങ്ങൾ കേട്ടു, പ്രായോഗികമായിട്ടേ തള്ളുള്ളൂ, അല്ല കേട്ട മാത്രയിൽ വാക്കുകൊണ്ട് തള്ളുന്നില്ല. പ്രായോഗികമായി നമ്മൾ അതിലേക്ക് വരുന്നില്ല. സംഗതി കുത്തുബ പറഞ്ഞ് നിങ്ങളവിടെ പറഞ്ഞ് നിങ്ങൾക്ക് നടക്കും, ഞങ്ങൾക്കിതൊന്നും പറ്റില്ല എന്ന് പറയുക വഴി, ഇതിനോട് പ്രതികരിക്കാതിരിക്കുക വഴി എന്ത് സംഭവിക്കുന്നു? കേട്ടു, ഞങ്ങൾ ധിക്കരിച്ചു, ഞങ്ങൾ തള്ളിക്കളഞ്ഞു. ഇതിലേത് നിലപാടാണ് നമ്മളൊക്കെ വളരെ ഗൗരവം നിറഞ്ഞ കൽപ്പനകളോട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് പരിശോധിക്കുക. ഏത് സമയത്തും സമഅനാ വ അതഅനാ എന്ന് പറയാൻ അള്ളാഹു വിചാരിച്ചാൽ സാധിക്കും. ഞങ്ങൾ കേട്ടു അനുസരിച്ചു. ഇതല്ലേ ഹജ്ജിന്റെ ഏറ്റവും വലിയ പ്രതീകം. അള്ളാഹു വിളിച്ചിടത്തേക്ക് ലബ്ബൈക്ക് പറയാൻ, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. അള്ളാഹ് വിളിച്ചിടത്ത് എവിടെയാണ് അവിടൊക്കെ വരലാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അവിടെ അള്ളാഹു എന്തൊക്കെ പറഞ്ഞു അതൊക്കെ ചെയ്യലാണ് ഹജ്ജ്. അത് നാട്ടിലും പ്രയോഗവൽക്കരിക്കണം, വീട്ടിലും പ്രയോഗവൽക്കരിക്കണം, കുടുംബത്തിലും പ്രയോഗവൽക്കരിക്കണം. ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലയുണ്ടോ, ഓഫീസോ അധികാര കേന്ദ്രങ്ങളോ ഒക്കെ ഉണ്ടോ, അവിടെയൊക്കെ ഈ സമഅനാ വ അതഅനാ ഹജ്ജ് പോലെ തന്നെ. അറുക്കാൻ പറഞ്ഞാൽ അറുത്തിരിക്കും. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ആ അർത്ഥത്തിൽ ഇസ്ലാമിനെ സമർപ്പിതമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ യഥാർത്ഥ ഒരു രാഷ്ട്രത്തിന്റെ പ്രതിനിധി ഉണ്ടെന്ന് സങ്കല്പിക്കുക. അമേരിക്കൻ പ്രതിനിധി ഉണ്ട്, അംബാസഡർ ഇന്ത്യയിൽ. അയാളുടെ കാര്യം, അയാളുടെ പ്രശ്നം നമ്മളോട് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എന്നിട്ട് അയാളുടെ കാര്യം മാത്രം ഇങ്ങനെ നോക്കുകയാണ്. അയാൾ രാജ്യത്തിന്റെ കാര്യം നോക്കാൻ വന്നവനോ, രാഷ്ട്രത്തിന് വേണ്ടി സംസാരിക്കാനുള്ളവനോ? അയാളുടെ മുഴുവൻ താല്പര്യങ്ങളും ആ രാജ്യത്തിന് വേണ്ടിയായിരിക്കണം. അയാളുടെ വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് അമേരിക്കയുടെ പറയേണ്ടത്, അല്ലാതെ ഇവിടെ കിടന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് അള്ളാഹു മനുഷ്യകുലത്തോട് പറഞ്ഞിരിക്കുന്ന, വിശ്വാസികളെ നിങ്ങൾ എനിക്ക് മാത്രം വിധേയപ്പെടണം, എന്നോട് മാത്രം ചോദിക്കണം നിങ്ങളുടെ കാര്യം, എന്നിട്ട് എന്റെ പ്രതിനിധിയായി നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കണം. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത ലിന്നാസ്, നിങ്ങൾ ജനങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ജനങ്ങളോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനല്ലാത്തവരോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ എന്നെയാണ് സമീപിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അത് തന്നെ ഇതിന്റെ പ്രതീകവും തന്നെയാണ്. അമേരിക്കൻ അംബാസഡർ എന്നിട്ട് ഇവിടെ നിന്ന് എല്ലാവരോടും യാചിക്കുക, എന്നിട്ട് അമേരിക്കയുടെ കുറ്റം മുഴുവനും പോരായ്മ ഇവിടെ പറയുക, എന്നിട്ട് എന്റെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് എനിക്ക് കുറച്ച് ശമ്പളം കൂട്ടിത്തരുമോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വൃത്തികെട്ടതാണ്, എത്ര വൃത്തികെട്ട അന്തക്കേടാണ് ആ ചെയ്യുന്നത്. ഇത് തന്നെയാണ് സമുദായ കാണുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പ്രവാചകൻ തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ പറഞ്ഞു, ലൈസ മിന്നാ മൻ ദആ ഇലാ ഹസ്ബിയ, പക്ഷം ചേർന്ന് പക്ഷപാതിത്വത്തിലേക്ക് ആരെങ്കിലും വിളിച്ചാൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല. പിന്നെന്ത് നമസ്കാരാണ്?
സമുദായവാദം ഏതെങ്കിലും പള്ളി കേന്ദ്രീകരിച്ചോ മഹല്ല് കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ രാഷ്ട്രീയ അധികാര പാർട്ടി കേന്ദ്രീകരിച്ചോ ഒരാൾ വാദിച്ചു കഴിഞ്ഞാൽ നമ്മിൽപ്പെട്ടവരല്ല. ജൂതന്മാർ അതാണ് വാദിക്കുന്നത്. ലൈസ മിന്നാ മൻ ഖാത്തല ഹസ്ബിയ, പക്ഷപാതിത്വത്തിനായി ആരെങ്കിലും സമരം ചെയ്താൽ അവനും നമ്മിൽ കൂട്ടത്തിൽപ്പെട്ടവനല്ല. പക്ഷപാതിത്വത്തിന് ഞങ്ങളുടെ സമുദായത്തിന്റെ ഏതോ ന്യൂനപക്ഷ അവകാശം നേടിയെടുക്കുന്ന കാര്യമല്ല പറയുന്നത്. അതും അനീതിക്ക് വിധേയപ്പെട്ടാൽ അത് നേടിയെടുക്കൽ അത് ഒരുപക്ഷെ ഏറ്റവും അനുഗ്രഹീതമായ പ്രവർത്തനം തന്നെയായിരിക്കും. അതിലൊപ്പുറം വർഗീയതയുടെ കാണികയുള്ള ഏതെങ്കിലും അർത്ഥത്തിലുണ്ടായാൽ ഇന്നത് പിടികൂടപ്പെടുന്നുണ്ട്. ഒരു ഏറ്റവും നല്ല ഒരു അദ്ദേഹത്തിന്റെ പേരൊക്കെ പറയുമ്പോൾ ഒരു കുറവ് തോന്നുകയാണ്. പറയാണ് ഇപ്പൊ ഒരു വടകരയിൽ ജയിച്ച് തിളങ്ങി എല്ലാ മണ്ഡലങ്ങളും പ്രവർത്തനം നടത്തിയ ഒരു മനുഷ്യന്റെ പേര് വിശ്വാസിയുടെ പേരായി പോയി, ഷാഫി എന്നൊക്കെ ഒരു പേരിട്ടിട്ട്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചുള്ള ആരോപണം തന്നെ എന്താണ്? അദ്ദേഹം എല്ലാ മണ്ഡലങ്ങളിലും നടന്ന് സമുദായത്തിന്റെ പേരിൽ വോട്ട് ചോദിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള ആരോപണം. പച്ചക്കള്ളമാണ്. അദ്ദേഹം തെളിഞ്ഞു എവിടെയെങ്കിലും. അതാണ് ഇസ്ലാമിന്റെ നിലപാടാണ് പറഞ്ഞത്. സമുദായത്തിന് വേണ്ടി ചോദിച്ചാൽ അത് ശരിയല്ല എന്ന് തന്നെയാണ്. അദ്ദേഹത്തിന് പിന്നെ എന്താ അവകാശമില്ല? ഒരു നിഷ്പക്ഷനാവാൻ, ഒരു നീതിമാനാവാൻ. അങ്ങനെ ഒരു നീതിയുടെ കരങ്ങളിൽ അവൻ പെടുകയില്ല. അതുകൊണ്ടാണ് അത് പറയുന്നത്. അദ്ദേഹം തെളിയിക്കേണ്ടത് എന്താണ്? ഞാൻ സമുദായത്തിന് വേണ്ടിയല്ല, സമുദായത്തിന് കൂടെ കിട്ടിയിട്ടുണ്ടാവാം, സമുദായത്തിന് വേണ്ടിയല്ല, ഞാൻ മൊത്തം ഇന്ത്യയുടെ നിവാസികൾക്ക് വേണ്ടിയിട്ടാണ്. ഇതൊരു കോൺഗ്രസുകാരന് ബാധകമാണ് എങ്കിൽ വിശ്വാസിക്ക് എത്രത്തോളം ബാധകമാണ് എന്ന് ഞാനും നിങ്ങളും സന്ദർഭോചിതം ആലോചിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, സഹോദരികളെ, അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് വലൈസ മിന്നാ മൻ മാത ഹസ്ബിയ. ഏതെങ്കിലും സാമുദായിക വാദത്തിലോ പക്ഷപാതിത്വമായിരിക്കെ മരിച്ചുപോയാലും മതി. അങ്ങനെ പക്ഷപാതം മനസ്സുണ്ട് ഒരാള്, അതിനൊന്നും ഇല്ലാതെ പറ്റില്ല. ഞാൻ അതൊക്കെ തന്നെയാണ്. ഇവൻ പറഞ്ഞ എല്ലാവരുടെയും കൂട്ടായ്മയിലേക്ക് ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അതിന്റെ മാത്രം പൂർണ്ണമായും അതിന്റെ പ്രാതിനിധ്യം നിർവഹിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന ചിന്തയിലായിരിക്കെ ഒരാൾ സാധാരണ മരണം വരിച്ചാലും അവൻ എന്താണ്? അവൻ നമ്മിൽപ്പെട്ടവനല്ല, അവൻ കൂട്ടത്തിൽപ്പെട്ടവനല്ല. അതുകൊണ്ട് ഹജ്ജ് എന്താണ് എന്ന് പഠിച്ചുകൊണ്ട് വേണം ഹജ്ജിന് ഇവരുടെയൊക്കെ അവകാശമാണ്, ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളുടെയും അവകാശമാണ് ആ ഹജ്ജിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത്. അതുകൊണ്ട് മഹല്ല് സംവിധാനത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ജാതി മത ഭേദമെന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ മുഴുവൻ ആവശ്യങ്ങളും നിർവഹിക്കുന്ന ഒരു കേന്ദ്രമായി, മാതൃകയായി, ഒരു സംവിധാനമാക്കി മഹല്ലുകളെ മാറ്റിക്കൊണ്ട് എന്നിട്ട് ആ മഹല്ലുകളുടെ മുഴുവൻ കേന്ദ്രമായ ഹജ്ജിലേക്ക് ജനത്തെ വിശേഷിച്ച് പറഞ്ഞയക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടുന്ന ഒരു മഹാകേന്ദ്ര സബ് കേന്ദ്രങ്ങളായിട്ട് ഈ മഹല്ല് സംവിധാനത്തെ മാറ്റിയെടുക്കുവാൻ നമുക്ക് പ്രയത്നിക്കുന്നില്ല എങ്കിൽ, പണിയെടുക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ വിചാരണയിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. നാട്ടുകാരുടെ മുമ്പിൽ എത്ര വലിയ വിശ്വാസിയാണ് എങ്കിലും പടച്ച തമ്പുരാൻ നാളെ വിചാരണ ചെയ്യുമ്പോൾ പെട്ടുപോകും എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു തൗബ ഈ ഹജ്ജിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് പ്രായോഗികമായി നടത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും.